ഏത് പ്രായത്തിലുള്ള ആൾക്കാരിലും ഉണ്ടാവുന്നതാണ് സ്കിന്നിലെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ. അത് ഏതാന്ന് തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എല്ലാവരും പറയും ഒന്നെങ്കിൽ കാരപ്പനാണ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാവരിലും വരുന്നത് നമുക്ക് നോക്കാം. ഇത് വരാനുള്ള കാരണങ്ങളാ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. സ്ഥിരമായിട്ട് ചെറുപ്പം മുതൽ, ഇപ്പോൾ ഒരു വയസ്സ് അല്ലെങ്കിൽ ജനിച്ച കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ നമ്മൾ സ്കിന്നിലെ ഇൻഫെക്ഷൻ കാണാറുണ്ട്. ഒന്നെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ, അത് പല രീതിയിൽ മാറി മാറി വരാറുണ്ട്. എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓയിൻമെന്റോ അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ വാങ്ങുന്നു. വിത്ത് ഒരു പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശവും ഇല്ലാതെ മരുന്ന് വാങ്ങുകയും എടുക്കുകയും താൽക്കാലികമായിട്ട് അത് മാറുകയും ചെയ്യും. പക്ഷേ അത് താൽക്കാലികമായിട്ട് ആ ഒരു സമയത്തേക്കുള്ള മാറ്റം മാത്രമാണ് മെഡിസിൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നീട് അത് വീണ്ടും വരാനും അല്ലെങ്കിൽ അത് അതേപോലെ നിൽക്കാനും ഉള്ളൊരു അവസ്ഥയിൽ ആണ് പൊതുവേ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാറ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ചിന്തിക്കാം. കാരണം മുന്നേ കാലങ്ങളിൽ ഇത്രയധികം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഫംഗൽ ഇൻഫെക്ഷന് കാരണമാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങളും പെട്ടെന്ന് അസുഖം വരാൻ സാഹചര്യമുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കാരണം നമ്മുടെ പ്രതിരോധ ശേഷി കുറയുകയും പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വ്യാപിക്കാനും കാരണമാകുന്നുണ്ട്. പിന്നെ ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വ്യാപനത്തിന് കാരണമാകുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ ഒബേസിറ്റിയാണ്, അമിതവണ്ണം. അമിതവണ്ണമുള്ള ആളുകളിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് പ്രധാനമായിട്ട് കാണുന്നത് ഒന്നെങ്കിൽ തൊടയിടുക്കുകളിൽ അല്ലെങ്കിൽ കക്ഷത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒബേസിറ്റി ഉള്ളവരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടക്കുകളിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഷുഗർ വരാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ, അതുപോലെ തന്നെ ഷുഗർ ഉള്ളവരിൽ, ഡയബറ്റിസ് ഉള്ള ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ സ്കിന്ന് പൊതുവെ ഡ്രൈ ആണ്. പെട്ടെന്ന് മുറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്കെയിലി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് തൊലി ഇങ്ങനെ അടർന്നു പോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ആളുകളിലും ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ വെള്ളം കൂടി കുറവുള്ളവരിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ സോപ്പ് വളരെ ഹൈ ക്ലെൻസിങ് ആക്ഷൻ ഉള്ള സോപ്പുകൾ ഉപയോഗിക്കുകയും അത് വെച്ച് കൂടുതലായിട്ട് ഉരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുകളിലുള്ള ലെയറിനത് കേടുപാടുകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉയർന്ന ക്ലെൻസിങ് ആക്ഷൻ ഉള്ള ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വൃത്തിയായിട്ട് ഉണക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരിൽ കൂടുതലായിട്ട് കാണുന്നത് ഒന്നെങ്കിൽ നമ്മൾ പരസ്പരം ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്തും ഈ വേറൊരാളിൽ നിന്ന് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആളുകൾ തമ്മിൽ. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പല പല ആളുകൾ ഇരിക്കുന്നത് കാരണം തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വരുന്ന ചില ക്രീമുകൾ, ഇപ്പോൾ വേർപ്പ് കുറയാൻ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ക്രീമുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് യൂസ് ചെയ്യുന്നവരിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡെയിലി സ്റ്റീറോയിഡ്സ് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ തൊലിയിൽ തുടർച്ചയായിട്ട് ചൊറിച്ചിലുണ്ടാവലുണ്ട്. ഇത് പ്രധാനമായിട്ടും ഫസ്റ്റ് ചൊറിയുന്ന സമയത്ത് തന്നെ നമുക്ക് സർക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നീളത്തിൽ ഒരേ ഷേപ്പിലാണ് ഈ ഇൻഫെക്ഷൻസ് കാണുന്നത്. അത് വലുതായി വലുതായി വരികയാണ് ചെയ്യുക. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു സ്കിന്നിന്റെ ടോൺ ഏതാണോ, കളർ ഏതാണോ അവിടെ ചൊറിച്ചിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. പിന്നീട് അത് ഡാർക്കനായിട്ട് ബ്ലാക്കിഷ് ഡിസ്കളറേഷനിലേക്ക്, കറുപ്പ് നിറത്തിലേക്ക് മാറാറുണ്ട്. അത് കൂടുന്തോറും ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതെയും അതുപോലെ തന്നെ ചൊറിയും തോറും മുറിവാവുകയും അല്ലെങ്കിൽ കുരു വന്ന് പൊട്ടുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. സാധാ നമുക്ക് നോർമലി ചൊറിച്ചിൽ വരുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഹോമിയോപ്പതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ മൊത്തം ലക്ഷണങ്ങൾ, സ്കിന്നിന്റെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നോക്കിയിട്ട്
അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗസിന്റെ അണുബാധ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ്, ഏത് ഷേപ്പിലാണ്, ഏത് ഭാഗത്താണ്, കാരണം നമ്മളെ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിൽ പല രീതിയിൽ പല ഭാഗങ്ങളിൽ ബാധിക്കും. അപ്പൊ അത് എത്രത്തോളം ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇത് നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കറക്റ്റായി വൃത്തിയായിട്ട് ശരീരം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൈലോൺ, പോളിസ്റ്റർ വസ്ത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ലേശം ഉപ്പ്, ഒരു കല്ലുപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ക്ലിയർ ആവാൻ അത് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ക്ലെൻസിങ് ആക്ഷൻ ഉള്ള, നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന സോപ്പ് വാങ്ങുന്നതിനേക്കാൾ അതിൻ്റെ കറക്റ്റ് ക്ലെൻസിങ് ആക്ഷൻ കുറഞ്ഞിട്ടുള്ള ശരീരത്തിന് ആവശ്യമായ pH ഉള്ള രീതിയിലുള്ള സോപ്പുകൾ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ നല്ല രീതിയിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകിയതിന് ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നു തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ കുറച്ച് കാലെങ്കിലും ഒന്നെങ്കിൽ ആ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പുതിയതായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ അത് ചുടുവെള്ളത്തിലിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് അതിലെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊറിയുന്നതാണ് നല്ലത്, ചിലർ പറയും ചൊറിയാതിരിക്കുന്നതാണ് നല്ലത്. ചൊറിയുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ നെയിൽ എന്ന് പറയുന്നതും പെട്ടെന്ന് അണുബാധ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുവഴി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്താനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ തൊടുന്ന സമയത്ത് അവിടെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊന്ന്. പിന്നെ ഈ ചൊറിയുന്ന സമയത്ത് മുകളിലത്തെ ലെയർ, നമ്മുടെ സ്കിന്നിന്റെ മുകളിലത്തെ പാളി നഷ്ടമാകുകയും അതിന്റെ അടിയിലേക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് പടരാനുള്ള ഒരു ചാൻസ് കാണാറുണ്ട്. എപ്പോഴും മാക്സിമം നിങ്ങൾ ആ ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ചൊറിയാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ നമുക്കിനി നമ്മളെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് വരാതെ അല്ലെങ്കിൽ വന്നത് കുറയ്ക്കാൻ പറ്റും നോക്കാം. ഈ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. ഇത് ഡെയിലി ഒരു നുള്ളി രാവിലെയും വൈകുന്നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് കുറയുകയും ചെയ്യും. കുറഞ്ഞ രീതിയിൽ എടുത്താൽ മതി. അതും വീട്ടിൽ നിന്ന് പൊടിച്ച മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞളുടെ കൂടെ തൈരും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലിൻ്റെ ഒപ്പം മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ആക്കുക. അത് ആ ഭാഗത്ത് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ വന്ന ഇൻഫെക്ഷൻ കുറയുന്നതിന് സഹായിക്കും. അല്ല, ഈ ഡ്രൈ സ്കിൻ തന്നെ കൂടുതൽ പൊട്ടുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിന്ന് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അലോവേര ജെല്ലും മഞ്ഞളും ചേർത്തതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ജെല്ലും കൂടെ മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആവാനും ആ പാടുകൾ മാറാനും സഹായിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഇൻഫെക്ഷൻ വന്നത് ഇപ്പോൾ ഒരു മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു വരുന്നു, ആ സമയത്ത് നിങ്ങൾ മെഡിസിൻ സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ ഫംഗസ് എന്ന് പറയുന്നത് കുറഞ്ഞ രീതിയിൽ ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും അത് സ്പ്രെഡ് ചെയ്യാൻ ഒരു സാധനം മതി. മീൻസ് അത് വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും. കംപ്ലീറ്റ് ആയി മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ എടുത്ത പണികൾ ഫുൾ നമ്മൾ വെറുതെ ആവേണ്ട അവസ്ഥയാണ്. വീണ്ടും അത് അതേപോലെ അതിലിരട്ടി അവസ്ഥയിൽ പുറത്തേക്ക് വരും. അപ്പോൾ എപ്പോഴും മെഡിസിൻ എടുക്കുമ്പോൾ കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകളിൽ പൊതുവെ വജൈനൽ ഏരിയയിലാണ് ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്. അതും പീരീഡ്സിന്റെ സമയത്ത് കൂടുതലായിട്ട് കാണാറുണ്ട്, ഒന്നെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളം ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടതിന് ശേഷം ആ ഭാഗം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബുദ്ധിമുട്ടുകൾ കുറയുകയും സ്ഥിരമായിട്ട് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഫംഗൽ ഇൻഫെക്ഷൻ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ശരീരത്തിൽ എവിടെയെങ്കിലും ഫംഗസിന്റെ അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിയ വെളിച്ചെണ്ണയിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ചെയ്യേണ്ടത്. അത് ഒരു പരിധിയിലധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ, സ്ഥിരമായിട്ട് അതിൽ നിന്ന് വെള്ളം ഒലിച്ചു വരിക, ഈ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു അടുത്തുള്ള ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
ഹോമിയോപ്പതിയിൽ വളരെ വിശദമായിട്ട് നമ്മൾ മൊത്തം കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം, അല്ല നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി മരുന്ന് കൊടുക്കാറുണ്ട്. നിങ്ങളോട് വിശദമായിട്ട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുക. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.